ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ബാലൻ. ബാലതാരങ്ങളായ ആദിശേഷൻ, സിനാൻ, ഫർസാന, ടോവിനോ തോമസ്, ഗിരീഷ് ഷെഡി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മൂന്നാം ദിവസമായ ആദ്യ ഞായറാഴ്ചയിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്ന് ബുക്ക് മൈ ഷോ സൈറ്റ് വഴി മണിക്കൂറിൽ 6000-7000 ടിക്കറ്റ് വരെ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 2,10,00,000 രൂപ കളക്ട് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 3,70,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും 8.5-9 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 19 തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. വർഷ വാസുദേവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല, അപർണ ബാലമുരളി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 39 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 4,50,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 4 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 47,50,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 3,80,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസായി 51,30,000 രൂപ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. ഹോമി അഡജാനിയ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷാഹിദ് കപൂർ, കൃതി സനോൻ, രശ്മിക മന്ദാന എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 15 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 3,43,00,000, തെലങ്കാനയിൽ 1,61,00,000, ആന്ധ്രാപ്രദേശിൽ 15 ലക്ഷം, തമിഴ്നാട്ടിൽ 47 ലക്ഷം എന്നിങ്ങനെ 37,34,00,000 രൂപയാണ് 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് $1.59 മില്യൺ, അതായത് 15,04,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 52,38,00,000 രൂപയാണ്. ജൂൺ 19 വെള്ളിയാഴ്ച തമിഴിലും തെലുങ്കിലുമായി തിയേറ്ററിലെത്തി അതിഗംഭീര കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് മാ ഇന്ദി ബംഗാരം. BV നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സാമന്ത, ഗുൽഷൻ ദേവയ്യ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ കേരളത്തിൽ 2 ദിവസം കൊണ്ട് 8 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തെലങ്കാനയിൽ 6,84,00,000, ആന്ധ്രയിൽ 4,25,00,000, കർണാടകയിൽ 2,40,00,000, തമിഴ്നാട്ടിൽ 1,45,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 29 ലക്ഷം എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 15,23,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് $1.24 മില്യൺ, അതായത് 11,69,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി 2 ദിവസം കൊണ്ട് 26,92,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സത്യത്തിൽ സംഭവിച്ചത്. പ്രശാന്ത് മോഹൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദിലീഷ് പുത്രൻ, ജോണി ആന്റണി, ശ്രീകാന്ത് മുരളി, കോട്ടയം രമേശ്, TG രവി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് 3,25,000 രൂപയും രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച 3,40,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് 6,65,000 രൂപയാണ് കേരള കളക്ഷൻ. ഷെയറായി സിനിമയ്ക്ക് 2,99,000 രൂപ കിട്ടിയിട്ടുണ്ട്. വിജയ് ആന്റണി നായകനായി ശശി സംവിധാനം ചെയ്ത് ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് 100 സ്വാമി. ഈ സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം തമിഴ്നാട്ടിൽ ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 2,68,00,000 രൂപയാണ്. കർണാടകയിൽ 14 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 6 ലക്ഷം എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് 2,88,00,000 രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ വളരെ മികച്ച തുടക്കമാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. പ്രീതം പട്ടേൽ സംവിധാനം ചെയ്ത മറാഠി സിനിമയായ ഖാബാദ് കുണ്ട് ഇക്കഴിഞ്ഞ ജൂൺ 19 തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മഹാരാഷ്ട്രയിൽ 1,43,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 30,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 1,43,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. ജൂൺ 19 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് സമർപ്പിത്. അങ്കിത് യാദവ്, ജയ ഭട്ടാചാര്യ എന്നിവർ അഭിനയിച്ച ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് യക്സാൻ ഖാനാണ്. ഈ സിനിമയ്ക്ക് കേവലം 2 ദിവസം കൊണ്ട് 2 ലക്ഷം രൂപ മാത്രമേ ഇന്ത്യൻ കളക്ഷനായി നേടിയെടുക്കാനായിട്ടുള്ളൂ. മോഹൻലാലും വിജയും ഒന്നിച്ച് അഭിനയിച്ച് 2014 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ജില്ല. RT നീസൺ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തിയിരുന്നു. ചിത്രത്തിന്റെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ 18,40,000 രൂപയാണ് തമിഴ്നാട് കളക്ഷൻ. കർണാടകയിൽ 2,40,000 ഉൾപ്പെടെ 20,80,000 രൂപയാണ് ആദ്യ 2 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അല്ലു അർജുൻ നായകനായി കരുണാകരൻ സംവിധാനം ചെയ്ത് 2006 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഹാപ്പി ബി ഹാപ്പി എന്ന തെലുങ്ക് സിനിമ കഴിഞ്ഞ ആഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് കേരളത്തിൽ 1,49,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.